എന്താണ് എന്നുവെച്ചാൽ സ്ത്രീ ഗുണദോഷ നിരൂപണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ഗുണദോഷ നിരൂപണം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവണം ലക്ഷണം, ഇങ്ങനെ ഉണ്ടാവണം ലക്ഷണം പറഞ്ഞു. ഗുണമുള്ളതായ സ്ത്രീകളാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുള്ളതായ സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധനികളായിരിക്കും. അതേപോലെ 7ാം ഭാവം ബലവാനായിരിക്കുന്നതാണ് ഇത് ഗുണമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ഗ്രന്ഥാന്തരത്തിൽ കൂടെ ഉണ്ട് ആവശ്യം. ശാസ്ത്രം പറയുന്ന ഒരു ശാസ്ത്രപ്രകൃതമായ വിഷയങ്ങൾ ഇതിഹാസപൂരാണെന്നുള്ളത് നോക്കാൻ പറ്റില്ല. അതേപോലെ ആർക്ക് വളരെ ആരടുത്ത് ആട് അധികം ഉണ്ടാവും, ആരടുത്ത് അധികം ഉണ്ടാവും, ആരടുത്ത് ഏത് ധനം അധികം ഉണ്ടാവും എന്നുള്ളതല്ല അവിടെ പറഞ്ഞത്. അവിടെ മാത്രം എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അതായത് ഗ്രന്ഥം വിസ്താരമായിട്ടുള്ളതുകൊണ്ട് ഗ്രന്ഥാന്തരങ്ങൾ വേണ്ട. ഇപ്പൊ സുഭാഷിത രത്നസന്തോഷം എന്നുള്ള ആ പുസ്തകത്തിൽ സ്ത്രീ ഗുണദോഷ വിചാരം പറയുന്നുണ്ട്. അത് ജ്യോതിശാസ്ത്രത്തിന് സംബന്ധമാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലുള്ള വിഷയങ്ങൾ മറ്റൊരിടത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്ത് സംഗ്രഹിക്കണം. അപ്പോൾ അതെങ്ങനെ സംഗ്രഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷയ സാധുകർമ്മകാര്യ ശേഷ അസാധുകാരെ ഒരാൾ മേലോട്ട് കൊണ്ടുപോകുന്ന ഭഗവാനാണ്, ഒരാൾ ധാരോട്ട് കൊണ്ടുവന്ന ഭഗവാനാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ മെലോട്ടി പോകാനുള്ള ഒരു ഉപാധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശാസ്ത്ര സംബന്ധം ഉണ്ടാവണം. അതുകൊണ്ട് ആ ശാസ്ത്ര സംബന്ധം ജ്യോതിശാസ്ത്രങ്ങളാണ് പിന്നീട് എന്താണ് ശരീരമീമാംസയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മവിദ്യാന്റെ മഹാവിദ്യയിലേക്ക് കയറ്റം കാരണം. അതിന് പുസ്തകങ്ങൾ മുന്നിൽ പിന്നിൽ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. ഇപ്പം ഞാൻ അങ്ങ് ആരംഭിച്ചിരുന്നു. സ്ത്രീ ഗുണദോഷ വിചാരം എല്ലാ ലോകത്തിലെല്ലാവർക്കും ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഗുണമില്ലതാണോ, ഇങ്ങനെയുള്ള ദോഷമില്ലതാണോ, ഇങ്ങനെയാണ് നമുക്ക് ആവശ്യം. ദൃഷ്ടാന്തങ്ങൾ അറിയേണ്ടതായതുകൊണ്ട് ഞാനത് പറയാൻ പോകുന്നു. ഉദ്യദ്ഗന്ധപ്രബന്ധാം പരമസുഖരതാം. ഉദ്യദ്ഗന്ധപ്രബന്ധം നല്ല ഉയർന്ന ഗുണം, ബ്രഹ്മസൂത്രം എന്ന് പറയുന്നുണ്ട്. സിദ്ധാന്തം 4 സൂത്ര അവസാനം പറയുന്നു. അവിടെ ഗുണം നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്ന രൂപരസാദികൾ തന്നെയാണ്. രൂപരസാദികളായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതായിട്ടില്ല. ഉദ്യദ്ഗന്ധപ്രബന്ധാം. ഗന്ധം എന്നുള്ളത് എന്താണ്? ഉദ്യദ്ഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ശരീരത്തിൽ ഗന്ധമില്ല, കുളിച്ചു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവും. അത് ദുർഗന്ധം അറിയുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിന്റെ ഗന്ധം അറിയുന്നു, ചില സമയത്ത് മണ്ണിന് ഗന്ധം അറിയുന്നില്ല, ചില സമയത്ത് നിർവിശേഷമായിട്ട് ഗന്ധം അറിയാണ്ടിരിക്കാം, ചില സമയത്ത് ഗന്ധം അറിയുന്നുണ്ടാവാം. എന്നാൽ ഉദ്യദ്ഗന്ധം ഗന്ധമാവാം. അതേപോലെ എന്താണ് നല്ല പ്രവൃത്തിയാവാം. ഉദ്യദ്ഗന്ധപ്രബന്ധാം പരമസുഖരതാം. പരമമായ സുഖത്തെ കൊടുക്കുന്നതായിരിക്കാം, രസത്തെ കൊടുക്കുന്നതായിരിക്കാം. സവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധവും സുഖവും രസമുള്ളതാണ്. ഉദ്യദ്ഗന്ധപ്രബന്ധാം പരമസുഖരതാം. സൂര്യന്റെ പാട്ട് പോലെ മനോഹരമായിട്ടുള്ള സ്വരത്തോടുകൂടിയ സ്ത്രീ, അതൊരു ഗുണം. സ്ത്രീന്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നല്ല സംഗീതം, ഗന്ധർവന്മാരെ പാട്ട് കേൾക്കുന്ന പോലെ, അതായത് ചില സ്പീച്ച് അട്രാക്റ്റബിൾ ആയി. അതുകൊണ്ട് ഉദ്യദ്ഗന്ധപ്രബന്ധാം ഉയർന്ന ഗുണങ്ങളോടുകൂടിയതായ സ്ത്രീകളുടെ ശബ്ദമായ സൗണ്ട് ശബ്ദം. പരമസുഖരതാം നല്ല സുഖത്തെ കൊടുക്കും, നല്ല രസത്തെ കൊടുക്കും. പല ഗുണങ്ങളാണ് രസത്തിന് കൊടുക്കുന്നത്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് പോലെ എല്ലാവർക്കും ഒരുപോലെ. സൗന്ദര്യം പറഞ്ഞാൽ എല്ലാ ശരീരാവയവങ്ങളും പുഷ്ടിയാകുന്ന സമയത്ത് രാവിലെ ശരീരം സീതന്റെ ശരീരം പോലെ സർവഗ്രഹങ്ങൾ ഉച്ചത്തിലുണ്ടാകുന്ന സമയത്ത് സർവാനുഗ്രഹം ഉണ്ടെന്നോ. അപ്പോൾ ഒരു മനുഷ്യന്റെ ആനന്ദം എന്ന് പറയുന്നതിന് വിചാരിക്കുന്നത് എന്തോ ആ നിമിഷത്തിൽ ചെയ്യിക്കാനുള്ള കഴിവില്ലെന്നാണ് ഒരു മനുഷ്യാനന്ദം തൈത്രീയത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലേഖനം അനുഭവിക്കുന്നു. അതും ചിലർക്ക് ധനികന്മാരാവുന്നതില്ല. കാരണം പൂർവ്വ ഗുണ, അതായത് കർമ്മത്തിന്റെ ആ അനുഭവമാണ്, പുണ്യാനുഭവമാണ് കാരണം. ധനവിധം ഭോഗാന്നതിലൂടെ ഭോഗം അനുഭവിക്കാനില്ല കാരണത്തിൽ നിന്ന് നമുക്ക് ചില ലക്ഷണങ്ങൾ കാണാം. വലിയ ധനികന്മാരായിട്ടുള്ളവർ ആത്മവിദ്യയിലേക്ക് വരുന്നത് നിർബന്ധമില്ല.
പക്ഷെ സാമാന്യം അങ്ങോട്ട് പോകാമെന്നില്ല. സാമാന്യ സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് നല്ലത് ചെയ്യുന്നത് ആണ് 80% വരുന്നത്. ഉദ്യദ്യന്ത പ്രബന്ധാം പരമസുഖരസാം കോകിലാലാപജൽപാം കോകില പോലെ പ്രസ്ഥാനം പറയുന്നു. സൗകുമാര്യ പൂ പോലെയുള്ള സുകുമാരത. പൂ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് നല്ല മൃദുള്ള ശരീരം. സ്ത്രീ എന്ന് പറഞ്ഞാൽ ശുക്രപ്രധാനം, ചന്ദ്രപ്രധാനം. ശരീരം എന്ന് പറയുന്നത് ചന്ദ്രന്റെയും ശുക്രന്റെയും പ്രധാനമായിട്ടാണ്, സ്ത്രീ പ്രധാനമാണ്. പുഷ്പസൗകുമാര്യ പൂ പോലെ സുകുമാരമായിട്ടുള്ളത്, അതിമനോഹരമായിട്ടാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതാണ്. അന്നേരം മൃദുവായിട്ടുള്ളത് സംബന്ധം അത്ര പറ്റുന്നില്ല. അതായത് വാഴ മുള്ളിന് വീണാലും മുള്ളിന്റെ മുകളിൽ വാഴ വീണാലും വാഴക്കാ കേടുന്നില്ല. സ്ത്രീകൾക്ക് എന്നുള്ള ആ ഒരു വിശേഷമാണ് സുകുമാരത. പുഷ്പ സൗകുമാര്യം സുകുമാരത. കുസുമ ശരവധൂ കുസുമശരം. അത് പുഷ്പ അരവിന്ദമശോകൻ ചൂതൻ ജനമല്ല നീലോത്പലഞ്ചരം ചെയ്ത് പഞ്ചബാണശായ രാമബാണം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബ്ദം തന്നെ മധുരാണെന്നുള്ളത് ചിലരുടെ അഭിപ്രായം. പുഷ്പ സൗകുമാര്യ കുസുമ ശരവധൂ. വധു എന്ന് പറഞ്ഞ സ്ത്രീ എങ്ങനെയുണ്ടാണ്? പുഷ്പം പോലെ അതിമനോഹരായിരുന്നു. രൂപതോ നിർജയന്തി. രൂപത്തിനാൽ ജയിക്കുന്നതാണ്, രൂപം കൊണ്ട് ജയിക്കുന്നതാണ്. സ്ത്രീ എന്നുള്ളത് രൂപം കൊണ്ട് ജയിക്കപ്പെടുന്നു. മാർദ്ദവം കൊണ്ട്, ഗുണങ്ങൾ കൊണ്ട്, ഗന്ധങ്ങൾ കൊണ്ട്. സൗഖ്യം സർവേന്ദ്രിയാണ് അഭിത സൗഖ്യം സർവേന്ദ്രിയാണ്. ഒരു പൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പൂന്നിലായ ഗന്ധം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയത്ത് വരുന്നുണ്ട് അത് വളരെ വളരെ ഗുണം ചെയ്യുന്നതാണ് പലതരത്തിൽ. ചെമ്പരത്തിപ്പൂ ആയി കഴിഞ്ഞാൽ നമുക്ക് കാളിയായിട്ട് തേക്കാൻ പറ്റും, അത് കഴിക്കാനും പറ്റും. സൗഖ്യം സർവേന്ദ്രിയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും എല്ലാം വേലയുണ്ട്. ഏത് അഴഹായിട്ടുള്ളത് സ്ത്രീയാണെങ്കിൽ. സൗഖ്യം സർവേന്ദ്രിയാണ്. അഭിമത സമ്മതാണ്. അഭിത ചുറ്റുള്ള സമ്മത. ഇത് ഏതൊരു സൗന്ദര്യ വസ്തു, ഏതൊരു നല്ല പദാർത്ഥമാണ്. കുറുവർത്തീം മാനശ്രേഷ്ഠം കുറുവധീം മാനശ്രേഷ്ഠം. മനസ്സിനെ ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. ഇത് അഭിമതമായിട്ടുള്ളത്. ഏത് അഭിമതം? സ്ത്രീത്വമുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ സ്ത്രീ തദ്വത്വം ചെയ്ത ദേവാലയമായിട്ടാണ്. സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവവേദ്യമായിട്ടുള്ളത്. ഇപ്പൊ എന്താ അനുഭവ വിഷയം? എന്താണെന്ന വിഷയം? ഇപ്പൊ സ്ത്രീക്ക് പുരുഷ വിഷയമാണ്, പുരുഷന് സ്ത്രീ വിഷയമാണ്. സ്ത്രീയെ പറ്റി പറയുന്നു. സ്ത്രീ കുറുവധീമാനശ്രേഷ്ഠം. മനസ്സിനെ ഇഷ്ടം ചെയ്യുന്നുണ്ട്, സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടം ചെയ്യുന്നുണ്ട്. സൗഭാഗ്യാലബന്ധേ. സൗഭാഗ്യം ചെയ്ത് ചേർത്ത് ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്നു. നല്ല സ്ത്രീന് നല്ല പുരുഷന്, നല്ല പുരുഷന് നല്ല സ്ത്രീക്കും, നല്ല സ്ത്രീക്ക് നല്ല പുരുഷനും കിട്ടുന്നു. സൗഭാഗ്യമുള്ള പൂർവ്വം ദാനാദികൾ ചെയ്തുകൊണ്ട് കർമ്മങ്ങളുടെ പ്രായത്തിൽ കിട്ടുന്നു. സൗഭാഗ്യാലബന്ധേ കൃതസുഹൃദവശാഹ. ചൈന്യ സുഹൃതം കാരണമായിട്ട്. കാമിനീമർത്യ മുഖ്യ. കാമിനി എന്ന് പറഞ്ഞത് കാമിക്കപ്പെട്ട സ്ത്രീ എന്നുള്ളത് മനുഷ്യൻ മരണധർമ്മമുള്ള മനുഷ്യന് മുഖ്യമായിട്ട് കിട്ടുന്നത് അവന്റെ സൗഭാഗ്യം തന്നെയാണ്. അഷ്ണോരുമന്തിലോക്യന്നെ. കണ്ണ് രണ്ട് നിൽക്കുന്നതുകൊണ്ട് മൃദുതനോ ഗുണതാഹ. മൃദുവായിട്ടുള്ള ശരീരം നല്ലത് ഗുണമുണ്ട്. തർപ്പയന്തി ശരീരം. ശരീരം ഇട്ടു കൊടുക്കുന്നു. ദിവ്യ. ആരാർക്ക് വിട്ടു കൊടുക്കുന്നതല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദിവ്യാമോദേന വക്ര. ദിവ്യമായതുകൊണ്ട് സന്തോഷപ്പെടുന്നതുകൊണ്ട് വക്രം മുഖം. വക്രാത് അവഗത മരുദാ. വന്നിട്ടില്ല. നാസികാം ചാരുജ. നാസിക മൂക്ക അടയുന്നു. ചാരുവാച. വന്നിട്ടുള്ള വാക്കുകളോ മനോഹരമായ വാക്കുകളോ. ശ്രോത്രദ്വന്ദ്വം മനോജ്ഞാഹ. കാതുകൾ കേൾക്കുന്നു, മനസ്സിനെ ആഹരിക്കുന്നു. മനോജ്ഞ. മനസ്സ് അട്രാക്ട് ചെയ്യുന്നതായ
ദശനമപി രസാഹ പല്ല് നല്ലതും രസം നല്ലതും തർപ്പയന്തീ മുഖാണ്ടം തർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖാണ്ടം മുഖം എന്നുള്ളതായ എന്താണ് പ്രപഞ്ചം മനുഷ്യലോകം എന്ന് പറയുന്നത് മുഖലോകം എന്നുള്ളത് കൊടുക്കുന്നു ഗന്ധം സുഖം യദ്വത് പഞ്ചാക്ഷ സൗഖ്യം 5 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്ക് സുഖം എന്നുള്ളത് യദ്വത് പഞ്ചാക്ഷ സൗഖ്യം വിതരതി യുവതി വിശേഷണ ധാരണം ചെയ്യുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട്. അതിനാല് കാമിനാം നാണ്യദേവം കാമികൾക്ക് ഇതുപോലെ വേറൊന്നില്ല. അത് കാമികളല്ലാത്തവർക്ക് ഇതൊരു വിഷയമല്ല. ഗീതരാജം ആകർഷണമെന്ന് ഒരു ദിവസത്തോടുണ്ട്. ജന്മദർശനം ഇല്ലാത്തതുകൊണ്ട് ജന്മവാസന ഇല്ലവരെ പറ്റിയിട്ടാണ് ഈ ലോകത്തിലുള്ള സ്ത്രീ അട്രാക്ഷൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണാത്യന്തമുള്ള സ്ത്രീകൾക്ക് പുരുഷ അട്രാക്ഷൻ ആയിട്ടുള്ളത്. ഗുണാതീതങ്ങളായി കഴിഞ്ഞാൽ ജന്മം ഉണ്ടാവും. അതായത് ജന്മം ഉണ്ടാവില്ല മാത്രം വൈരാഗ്യം കൊണ്ട് വിഗത ജന്മ ആകർഷണം വരുന്ന വികരാ ജന്മ ആകർഷണം. ജന്മമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ജന്മ ഇല്ലായ ഈ ഗുണമായിട്ടുള്ള പദാർത്ഥ അട്രാക്ഷന് കാരണം വാസനയാണ്, കർമ്മവാസന. കർമ്മവാസന വയ്ക്കുന്നത് ഉണ്ടാവില്ല. അപ്പൊ കർമ്മവാസന എങ്ങനെയുള്ളത്? എന്തുകൊണ്ട് ഈ കർമ്മവാസന ഭേദം അത് ജ്യോതിശാസ്ത്രത്തിൽ ഇന്നൊന്നും തരത്തിലുണ്ടാക്കിയാൽ ഇന്നൊന്നും തരം കൈ താമരപ്പൂ പോലെ ഉണ്ടാവണം. ഓരോരോ അവയവത്തിന് രാജത്വം, ഉത്തമത്വം, മധ്യമത്വം, അധമത്വം എന്നുള്ളത് സംവിധാന ഗ്രന്ഥ ജ്യോതിശാസ്ത്ര പ്രത്യേകം പറയുന്നുണ്ട്. അന്നേരം അത് അവിടെ അതിന്റെ ലക്ഷണങ്ങൾ നിരൂപിക്കാനേ പറ്റുന്നുള്ളൂ. പിന്നെ അത് ഏടെല്ലാം പറയുന്നുണ്ടെന്നതെല്ലാം ഗ്രന്ഥാന്തരത്തിൽ നമ്മൾ നോക്കണം. അപ്പൊ ഗ്രന്ഥാന്തരത്തിൽ ജ്യോതിഷം ഏടിലുണ്ടെന്ന് പറഞ്ഞാൽ സുഭാഷിതങ്ങളിലുണ്ട്. സുഭാഷിത രത്നസംഭവം ഇത് പഴയൊരു പുസ്തകം ഇരിക്കുന്നത്. ഇതില് ചിലത് ഞാൻ പറയാം, പുസ്തകത്തോളം പറയാം. ഇത് ഞാൻ പുതിയ പുസ്തകമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് 104-ാമത്തെ ശ്ലോകം പറഞ്ഞു കഴിഞ്ഞത്. 105-ാമത്തെ ശ്ലോകം പറയുന്നത് യാ കൂർമ്മോച്ചാംഗ്രിപൃഷ്ഠാരുണചരണ തലാഹ യാ കൂർമ്മ യാ ഒരു ശ്ലോകം 2 വർഷം സമയത്ത് അഴകുണ്ടാകും, സൗന്ദര്യം തോന്നാൻ. ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത്, വീണ്ടും ഞാൻ അലങ്കരിക്കുന്നില്ല. യാ കൂർമ്മോച്ചാംഗ്രി പൃഷ്ഠാഹ പിൻഭാഗം ആനയുടെ കോട് പോലെ കയർന്നിരിക്കണം എന്ന് പറയുന്നത്. കൂർമോങ്കുച്ചാംഗ്രി പൃഷ്ഠാരുണചരണ തലാഹ കാലെങ്ങനെ ഉണ്ടാവും സംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇവിടെ പറയുക. കൂർമോങ്കുച്ചാംഗ്രി പൃഷ്ഠ അരുണചരണ തലാഹ ചോർന്ന് വെക്കണ കാലം. അത് ആമേര തോട് പോലെ കാലിങ്ങനെ കളഞ്ഞേക്കും ചുവന്ന്. കൂർമോങ്കുച്ഛാംഗ്രി പൃഷ്ഠാരുണചരണതലാഹ വൃത്തജംഘ പരോരുഹു. വൃത്തജംഘ ഇടുപ്പ്, ഈ കാൽമുട്ട് നല്ല റൗണ്ടായിരിക്കണം. വരോരു ശ്രേഷ്ഠമായ തുടങ്ങിയിരിക്കണം. സ്ഥൂല ശ്രോണി സ്ഥൂലമായിരിക്കണം, വലുതായിരിക്കണം ശ്രോണി ഇടുപ്പ്. നിതംബാഹ നിതംബം എന്ന് പറയുന്നത് അരക്കെട്ട്. പ്രവിപുല ജഗനാഹ പ്രകർഷണ വിപുലമായ പിൻഭാഗം. ജഗന ദക്ഷിണാവർത്തനാഭിഹി ആദി വലത് പക്കം ചുഴിയുള്ളതായിരുന്നു. ചുഴിയുള്ളത് വലത് പക്കം ചുഴിയുള്ളത്. ദക്ഷിണാവർത്തനാഭി ഇന്ദ്രസ്രക്ഷാമമധ്യ ഇന്ദ്രസ്രക്ഷാമമധ്യ മധ്യമായിരിക്കണം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബലവത്തായത്. ക്ഷാമമധ്യ ക്ഷാമം മധ്യവുമായത്. സക്ക് പോല് നടത്താം. കനക കനക പുടകുചാഹ കനക പുടകുചാഹ സ്വർണ്ണ സമാനമായിട്ടുള്ള കുജത്തോടുകൂടി. കുജം എന്ന് പറഞ്ഞാൽ മാറിടം നടത്താം. വാരീജാവർത്തകണ്ഠ വാരീജെന്ന് കമ്പുകണ്ഠി പാഠഭേദമുണ്ട്.
വാരീജാവർത്തകണ്ഠ. വാരിജ ജലം, ജലത്തിനാൽ ചുറ്റപ്പെട്ടതായ കഴുത്തു എന്ന് പറഞ്ഞാൽ കമ്പുകണ്ഠകാന്നുള്ളത്. വാരീജാവർത്തകണ്ഠ, കഴുത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന അതിന്റെ അഴക് ഈ തരത്തിൽ വാരീജാവർത്തകണ്ഠ, ജലത്തിനാൽ ചുറ്റപ്പെട്ടത് പോലുണ്ടാവുന്നു. ഇതും വലതു ഭാഗത്തേക്കുള്ളത് ക്ഷേമാണ്. പുഷ്പസ്രഗ്ബാഹുയുഗ്മാഹ, പുഷ്പസ്രക്ക്, പുഷ്പത്തിന്റെ ഒരു ഇളം എതൾ പോലെ. പുഷ്പസ്രഗ്ബാഹുയുഗ്മാഹ, രണ്ട് കൈകൾ ഉണ്ടാവാം. ശശധര വദനാഹ, ശശധര ശശി, ശശന മുയൽ പോലെ. ശശധര വദനാഹ, മുഖം ഉണ്ടാകും, ഇല്ല ചന്ദ്രനപ്പുറം മുഖം ഉണ്ടാകും. പക്വബിംബാധരോഷ്ടാഹ, പക്വമായതിന്റെ ഈ കോയക്കേന്റെ വെളുത്ത പഴമുണ്ടല്ലോ അതുപോലെ ഇരിക്കണം. ഉദട് കീഴോദരം മേലോദരം. പക്വബിംബാധരോഷ്ടാഹ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് നല്ല ഷോപ്പിക്കുന്നു. ഒറിജിനാലിന് ചിലർക്ക് അങ്ങനെ ഇതെന്നാ പറയുന്നത്. കോവപ്പഴം, കോയക്കാന്ന് പറയുന്ന മലയാളത്തിൽ, അതുപോലെ നല്ല ഷോപ്പായിട്ടുള്ള ഉദരം ഉണ്ട് എന്നുള്ളതാണ്. ജന്മന ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉദരത്തിന്റെ ഏറ്റവും ഉത്തമമായി. ജന്മന അത് പല്ലിന്റെ ഡോക്ടർമാരെ നോക്കി കഴിഞ്ഞാൽ കാണാം. അത് എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് ഇന്ന കളറ്, അത് നോക്കി ഇന്ന കളറാണ്, ഇന്നുകൊണ്ട് ഇന്ന കളറാണ്, ഇന്നൊന്നും കർഷലുണ്ടെന്ന് പറയുന്നത്. അതിന്റെ കളറെല്ലാം ഡിവിഡ് തിരിച്ചു കാണിക്കാൻ പറ്റും. ഒരാളെ വായില്ല തോലിന്റെ കളറിന് അങ്ങനെ വെക്കാം. അതുപോലെ ശരീരത്തിൽ പല കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ശരീരത്തിലുള്ള തോലിന്റെ കളർ. അതുപോലെയാണ് എന്താണ് ഈ ശരീരം. അപ്പൊ പല ഗുണങ്ങളും ദോഷങ്ങളും മിക്സ് ചെയ്തിട്ടുണ്ടായ ഒരു രൂപമാണ് ലിംഗം എന്ന് പറയുന്നത്. അപ്പൊ വാരീജാവർത്തകണ്ഠ പുഷ്പസ്രഗ്ബാഹുയുഗ്മ, എന്റെ പുഷ്പത്തിന്റെ ഇതളുകൾ പോലെ കൈകൾ ഉണ്ട്. ശശധര വദനാഹ, ചന്ദ്രൻ പല മുഖം ഉണ്ടാവണം, വൃത്താകാരത്തിലുള്ള മുഖം ഉണ്ടാവുന്നതിന് ശേഷം നോക്കുന്നുണ്ട്. ശശധര വദനാഹ, സീതന്റെ മുഖം വൃത്താകാരത്തിലാണെന്ന് രാമായണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. പക്വബിംബാധരോഷ്ടി, പക്വമായ കോവപ്പഴം പോലെ, കോഴക്കേന്റെ പഴം പോലെ, കോവപ്പഴം പോലെ. അധരോഷ്ടി, അധരവും ഓഷ്ടവും ഉണ്ടാവും എന്ന് പറയുന്നത്. അധരവും ഓഷ്ടവും അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെയിന്റ് അടിച്ച പോലെ എന്താ പറയട്ടെ, ഈ ലിപ്സ്റ്റിക്കെല്ലാം കഴുകി കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ജന്മന ഉണ്ടായി കഴിഞ്ഞാൽ ആ ധനികത്വം ഉണ്ടാവും, ആഢ്യത്വം ഉണ്ടാവും, പലർക്കും ഉപകാരം ചെയ്യാനില്ല പണം ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ വരുത്താനില്ലാതെ മാർഗവും ഉണ്ടാവും. പുഷ്പസ്രഗ്ബാഹുയുഗ്മാഹ ശശധരവദനാ പക്വബിംബാധരോഷ്ടി സംശുംഭ പാണ്ഡുഗന്ധ. 26ാമത്തെ ശ്ലോകം തുടങ്ങി. സംശുംഭത് പാണ്ഡുഗന്ധാഹ, പാണ്ഡു വളരെ വലുപ്പമാണ്. സംശുംഭത് പാണ്ഡുഗന്ധാ പ്രചകിത ഹരിണോലോചനാഹ, ഭയന്നിട്ടില്ല മാനിന്റെ കണ്ണ് പോലുള്ള കണ്ണ്, വെളുപ്പ് പക്ഷെ ഭയന്നിട്ടില്ല കണ്ണ്. കീരനാഥ, മൂക്കിങ്ങനെ ഉണ്ടാവണമെന്ന് പറയുന്നു. കീരനാഥ ഉത്തമമാണ് മൂക്ക്, അതായത് നല്ല നീളമുണ്ടാവണം. സജ്ജേ ശ്വാസാന തബ്രൂഹു, സജ്ജേ ശ്വാസാനത നതബ്രൂഹു, വളഞ്ഞ് തിരിയുന്ന. സജ്ജഹ, സജ്ജമായത്. ആസാനത ഭ്രു, സുരഭി കഥയാ, സുരഭി സൗന്ദര്യമായതെന്ന് അർത്ഥം, സൗരഭമുള്ളതെന്ന് അർത്ഥം. കജം എന്ന് പറഞ്ഞാൽ മാറിടുന്ന അർത്ഥം. കഥയാഹ, അതായത് ആ ഭാഗം മനോഹരായിട്ടുണ്ട്. പത്മേവ പത്മ, വിട്ട പൂ പോലെ പൂ. എന്നാ പൂവാണോ പൂവല്ല, പൂവല്ലേ പൂവാണോ.
അംഗേരംഗം ഭജന്തി. ഒരവയവം ഒരവയവത്തിനെ ആശ്രയിക്കുന്നു. ഒരവയവം ഒരവയവത്തിനോട് എന്താ പറയേണ്ടത്? സുകുമാരതാണെന്ന് പ്രകടിപ്പിക്കും. ലഗ്നം ക്ഷേത്രബലവും ആ ഗ്രഹത്തിന്റെ ബലവും ആ ഗ്രഹത്തെ നോക്കുന്ന ബലവും അത്യുത്തമത്തിലാണെങ്കിൽ അതിമനോഹരായിരുന്നു. ഇപ്പം മീനരാശിയിൽ മാത്രം ജനിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ സമവിഭക്താംഗം. സമവിഭക്താംഗം എന്ന് പറഞ്ഞാൽ അത് എത്രയാന്ന് 5 അടിയില്ല ആളായാലും ശരി സമവിഭക്തം എല്ലാവരും തുല്യമായിരിക്കും. അതായത് 1 ഇഞ്ച് എന്ന് പറയുന്നത് ഈ കൈയിന്റെ ഈ നഖത്തിലെടുക്കുന്ന കീടം വരേണ്ട ഈ ഭാഗത്തേക്കുള്ള 1 ഇഞ്ചാണ്. രണ്ടും തുല്യ ദൂരാണെന്ന് പ്രത്യേകത. കണ്ടാൽ നമുക്ക് ഇത് കൂടുതലൊന്നും തോന്നും. അളന്നു നോക്കുന്നത് തുല്യ. അംഗേരംഗം ഭജന്തി. ഒരവയവത്തെ ഭജിക്കുന്നത്. ലാവണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് എല്ലാവർക്കും തുല്യമാണെന്നല്ലോ. ഒരു ശരീരത്തിന്റെ ലാവണ്യം എന്നുള്ള എല്ലായിടത്തും തുല്യ ചക്രവർത്തിയായിരിക്കും. രാജ്യം ഭരിക്കുന്നവരെ എടുക്കാം, ജലലിത പോലുള്ളവരെ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുമ്പ് രാജ്യം ഭരിച്ചിട്ടുള്ളവരെടുക്കാം. അവരുടെ സൗന്ദര്യം നല്ല കൈ താമര പോലെ ഉണ്ടാവണം പറയും. അതെല്ലാം അവരുടെ പ്രത്യേകത. നമുക്ക് സമയത്ത് കാണാം. കൈയിന്റെ മനോഹരത അത് അത്ര എന്താ പറയേണ്ടത് പക്വമാണ്. എല്ലാ അവയവങ്ങളും അങ്ങനെ പക്വമായി കഴിഞ്ഞാൽ ചക്രവർത്തി ആയിരിക്കുന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിന് സിദ്ധമാണ്. അംഗേരംഗം അത് ഗുണത്തിന്റെ കാരണം, കർമ്മത്തിന്റെ കാരണം, ഫലം അനുഭവിക്കാൻ കിട്ടാണ്. വേദാന്ത ശാസ്ത്രത്തിൽ അത് വിരോധമില്ല. കർമ്മഫലം അനുഭവിച്ചു പറ്റുന്നുണ്ട്. അംഗേരംഗം ഭജന്തി ധൃതമദന മതൈഹി. ധാരണം ചെയ്ത മതമുള്ളതുകൊണ്ട്, മദനം കാമദേവനുള്ളതുകൊണ്ട്, മതമുള്ളതുകൊണ്ട് പ്രേമതോ വീക്ഷമാണ. പ്രേമമായിട്ട് കാണുന്ന സമയത്ത് ഒന്നുമില്ല, കൃത്യനായി റോട്ടിലെ പോകുന്ന പെണ്ണായി കാണുന്ന സമയത്ത് വീട്ടിൽ നോക്കുക. വളരെ പുറത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അപ്പൊ എന്താണ് ധൃതമദനമതൈഹി. കാമദേവനാൽ മതിക്കപ്പെട്ടതായ മതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള സ്ത്രീകളാക്കി. പ്രേമതോ വീക്ഷമാണാഹ. ആരും പ്രേമമായിട്ട് നോക്കുന്നു. ഇങ്ങനെ സ്ത്രീ ഇല്ല എങ്കിൽ സഹിമോ വരതപോ ഭക്തിദോനോ വിധത്തെ. ഭക്തിയില്ലോ ഞാൻ കിട്ടുന്നത്. വരതപഹ നിറയെ തപസ് ചെയ്തിട്ടുണ്ടോ, മനസ്സിന്റെ ഏകാഗ്രം അത് തന്നെ വിചാരിച്ചിട്ടുണ്ടോ. ഇങ്ങനെ ഒരു സ്ത്രീ വളരെ ധ്യാനം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടുന്ന ദാനകർമാദികൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശ്രമിക്കുന്നത്. ഒരു ഘടം ഉണ്ടാവണമെന്നുണ്ട്, മണ്ണുണ്ടാവണം, ചക്രം ഉണ്ടാവണം, ഘടം ഉണ്ടാവണം, ചുറ്റുവിടണം, കൊശവം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കാരണം സാമഗ്രി ഉണ്ടാവുന്ന സമയത്ത് ആ കാര്യം ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്തായ പുണ്യത്തിന്റെ സാമഗ്രി കൂടുന്നതനുസരിച്ച് നമുക്ക് ഉത്തമമായ സ്ത്രീ കിട്ടുന്നത്, ഉത്തമമായ രാജ്യം നമുക്ക് കിട്ടുന്നു, ഉത്തമമായ രീതിയിൽ നമ്മൾ നാലാൾക്കാരെ ആദരിക്കുന്നതും കാരണം. അതിനെ ആദരിക്കാൻ നമ്മൾ അനേക ഏത് ആശപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. വിഷയസുഖങ്ങൾ അനേക ആയതുകൊണ്ട് അനേകത്തിൽ ആശപ്പെടുന്നുണ്ട്. അനേക വിധമായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഏകവിധമായ പരിവർത്തനം ചെയ്യുമ്പോൾ അത് വൈരാഗ്യം, ഉത്തമ വിദ്യ, ശാരീരിക മീമാംസപ്പെടുന്നതാണ് പ്രത്യേകത. നിറയെ തപസ് ചെയ്തിട്ടുണ്ടോ, വ്രതം ചെയ്തിട്ടുണ്ടോ. നല്ല പുരുഷനെ കിട്ടണമെന്ന് വ്രതം ചെയ്യുന്ന പറഞ്ഞാൽ തപസ്സാണ്. ഭഗവാനെ ധ്യാനിക്കുന്നു. സവിശേഷ ധ്യാനമായാലും ശരി, മൃദവിശേഷ ധ്യാനമായാലും. മൃദവിശേഷ ധ്യാനത്തിൽ വരുന്നവരെ കൂടുതൽ ശരീര വിഷയങ്ങളിലെല്ലാം താല്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വരതപോ ഭക്തിദോനോ വിധത്തെ. ശരാശരപുരുഷ സ്ത്രീ പുരുഷൻ നമൂസങ്ങളുടെ ഭേദമില്ല എന്ന് പറയുന്നത്. പുരുഷത്വം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുന്നത് ഒരു ആത്മജ്ഞാനമാണ്, സ്വാർത്ഥാണ്. ലൗകികമായ അർത്ഥത്തിലേക്ക് ആശപ്പെടുന്നതോടുകൂടി നമ്മൾ അതിൻ്റെ സ്വരൂപം മനസ്സിലാവുന്നില്ല. ഓരോ കാലദർശനത്തെ മനസ്സിലാവുന്നില്ല. ആത്മജ്ഞാനം അതിൻ്റെ പ്രകാരാന്തരങ്ങളാണ് പല വിധത്തിൽ നമുക്ക് പ്രകടമാകുന്നത്. നോ ദൃഗ്യോഷാസകിമോ വരതപോ ഭക്തിദോ നോ വിധത്തെ. ഭക്തിമാനാണ് കിട്ടുന്നില്ല. 107ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. സംത്യക്തവ്യക്തബോധതരുണ തരുരവി. സംത്യക്തവ്യക്തബോധതരുരവി. തരുന്ന ചെടി കൂടാ. സംത്യക്ത വിട്ടത്, വ്യക്തബോധ വ്യക്തമായ ധാരണയുള്ളത്. ബഹുള എന്നുള്ളത് പലപ്രകാരത്തിൽ. മധ്യഗണ്ഡൂഷസിക്ത. മധ്യത്തിൽ
ജലത്താൽ നനയ്ക്കപ്പെട്ടത്. പിണ്ടി വൃക്ഷസ്ഥ, പിണ്ടി വൃക്ഷം അശോക വൃക്ഷം പാടാൻ പറയാം. അശോക വൃക്ഷത്തിലെ പൂക്കൾ വളരെ മനോഹരമായിട്ട്, അതിൽ സമയത്ത് പൂവുണ്ടാവാതെ എടുത്ത് കളഞ്ഞാൽ അതിമനോഹരമായിട്ടും മൃദുവായിട്ടും കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ചുവന്നിട്ടുണ്ടാവും, അതിന് മുമ്പേ അത് മഞ്ഞ കളറിലായിരിക്കും. ചുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പുറപ്പായി നോക്കാം. പിണ്ടി വൃക്ഷശ്ച മുഞ്ചരണതല ഹതഃ, ചരണം തല ഹതഃ പുഷ്കരോമാഞ്ച മർച്ച്യം. പുഷ്കരം എന്ന് പറയുന്ന ജലമാണ്. അർച്ചെന്ന അർച്ചിക്കത്തക്കതാണ്. മുഞ്ചരണതല ഗത ഹതാഹ, ചരണം കൈകാലുകളാണ് നോക്കാം എനിക്കപ്പെട്ടത് വിടേണ്ടത്. പുഷ്പരോമാഞ്ചഹർഷ, പുഷ്പം പോലെ രോമാഞ്ചം ഏർപ്പെടുന്നത്, ഹർഷത്തെ ഏർപ്പെടുത്തുന്നത്. ഇത് എങ്ങനെയാണോ അശോക പുഷ്പം ചെറിയതാണ് പൂ എങ്കിലും അതൊരു കൊത്തായിട്ടാണ് ഉണ്ടാവുന്നത്, നല്ല മനോഹരമായി. സൗഖ്യം ജാനാദീയസ്യാകൃതം, സൗഖ്യത്തെ മനസ്സിലാക്കുന്നു ആകാരത്തിൽ നിന്നാണ്. ആകൃത മദന പതേഹേ, അപ്പോൾ അതിനനുസരിച്ചുള്ള മദന സാമർഥ്യം ഉണ്ടാവും. പതേ ഹാവഭാവാസ്പദായ, அந்த ഹാവഭാവം എന്നുള്ളത്, അഹവഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃത്യ അത് ചെയ്യുന്നതായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും. അതാണ് വശ്യം എന്ന് പറയുന്നത്. വശീകരിക്കാനുള്ള സാമർഥ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താണ് ജന്മന ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിശേഷം. എന്നാലും ഈ എല്ലാ അതിമനോഹരമായിട്ടുള്ള പുഷ്പങ്ങളുണ്ടാവും, പക്ഷെ അതിനെന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടാവും. പക്ഷെ അശോക പുഷ്പം എന്ന് പറയുന്നത് ചെറുതാണെന്നെങ്കിലും ഒരു വലുതായിട്ട് മനോഹരമായിട്ട് അത് ഉണക്കി വറുത്ത് കഴിഞ്ഞാലും കൂടെ മനോഹരമായ ടേസ്റ്റ് ആയിരുന്നു. നല്ല സൗഖ്യം ജാനാദീയസ്യാകൃതമദനവദേ ആവഭാവാസ്പദായ, ആസ്പദാമത് ആശ്രയാമത്. താം നാരീം വർജയന്ത്യോ വിദധതി തരുദോപ്യൂ ഊനമാത്മാനമജ്ഞാഃ, അജ്ഞത കൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. താം നാരീ വർജയന്തഃ, ഇങ്ങനെയുള്ള നാരിയെ ഉപേക്ഷിക്കുന്നവരെ വിദധതി തരുദോ, തരുന്ന ഇളം തളി, ഊനമാത്മാനമജ്ഞാഃ, അത് ആത്മഹാനിന്ന് കരുതുന്നു, ഏതോ കുറവെന്ന് അർത്ഥം. അതിമനോഹരമായിട്ടുള്ള രാജ്യത്തെയും തന്നോട് അനേക പത്നിമാരെയും ഉപേക്ഷിച്ച ഒരു രാജാവ് പോകണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ആയ വൈരാഗ്യം കാരണമായിട്ടാണ്. പക്ഷെ വൈരാഗ്യം സാധാരണ ആൾക്കാർക്കില്ലല്ലോ, അവരതൊന്നും ഒഴിവാക്കില്ല എന്നാണ് പറയുന്നത്. ഗൗരീം ദേഹാർദ്ധമീശോ, ദേഹത്തിന്റെ ഭഗവതിയായിരിക്കാൻ പാർവതി ദേവി. ഹരിരവി കമലാം, ഭഗവാൻ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയെ കമലാം നീതവാനത്ര വക്ഷഃ, ഹൃദയത്തിലേക്ക് വെച്ചു അർദ്ധാംഗിനിയാക്കി മഹാദേവൻ വക്ഷത്തിൽ വെച്ചു മഹാലക്ഷ്മി. സൗഖ്യമിച്ഛുഹു, ഏതൊരു സംബന്ധം കൊണ്ട് സൗഖ്യത്തെ ആഗ്രഹിക്കുന്നോ, തിലോത്തമാ സംഘം എന്ന് പറഞ്ഞാൽ വെള്ളി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനലാണ്. അതിനെ പെണ്ണൽ വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ നമ്മളാണെന്ന് തമിഴ്നാട്ടിലുള്ളൊരു വിശ്വാസമുണ്ട്. സൗഖ്യമിച്ഛുഹു, എന്ത് സംഘത്തിനാണ് സുഖത്തെ വിചാരിക്കുന്നത്? എള്ള് പിഴിഞ്ഞ് കഴിഞ്ഞാൽ എള്ള് എന്ന് പറയുമ്പോഴേക്ക് എണ്ണയാവുന്നു എന്ന് പറയുന്നത്. അതാണ് അർദ്ധാംഗം എന്നുള്ളത്. ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധം പോലെ. സൗഖ്യമിച്ഛുഹു, എന്ത് സംഘം കൊണ്ട് സൗഖ്യത്തെ ആഗ്രഹിക്കുന്നു? നല്ലതാണ്, നല്ലതെന്നാൽ എല്ലാവരും സൗഖ്യം ആഗ്രഹിക്കുന്നത്. നിരന്തരമായി നല്ലതിനെ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആത്മജ്ഞാനമാണ്. ആത്മവിദ്യയാണ് സർവാംഗം. അംഗവിദ്യയിലും മേലാണ്. അംഗവിദ്യനെ ഭേദജ്ഞാനത്തിനെ പ്രകടിപ്പിക്കുന്നു. ഭേദത്തിനാല് ഉപചാരത്തിനാല് അഭേദം ദർശിക്കാൻ പറ്റുന്നില്ല വേദാന്തത്തിൽ. ഭേദനിർദ്ദിഷ്ടമായിട്ടുള്ള അത് അഭേദം ഇതാണ് ഉപലക്ഷണത്തിനാല് മനസ്സിലാവുന്നു, ലക്ഷണയാ മനസ്സിലാവുന്ന അർത്ഥം. സൗഖ്യമിച്ഛുഹു,
ആരെ സംഘം കൊണ്ട് സൗഖ്യത്തെ വിചാരിക്കുന്നു? മഹാവിഷ്ണു മഹാലക്ഷ്മിയാണ്. അർദ്ധാംഗിനിയായ പാർവതിയായ മഹാദേവൻ സൗഖ്യത്തെ വിരുമ്പുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് മാത്രം. പക്ഷെ ശരിയായ സൗഖ്യം എന്താണ്? ഇന്ദ്രിയജന്യമായ ജ്ഞാനത്തിന് വ്യതിരിക്തമായ അർത്ഥമല്ല. ജ്ഞാനത്തിന് എന്താണ് അനതിരിക്തമായ ഒരർത്ഥമാണ്, നിരന്തരമായ അർത്ഥമാണ് വേദാന്തമായ പക്ഷം. അത് അർത്ഥം തന്നെയാണ്. ഈ ലോകത്തിലുണ്ടായ ഉന്മേഷാത്മകമാണ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നാം ഇനിയും ജീവിക്കുന്നത് കർമ്മഫലം കൊണ്ടാണ്. കർമ്മഫലത്തെ നാം ഒരു ലിമിറ്റ് വരുന്ന സമയത്ത് ആത്മജ്ഞാനത്തിലെ പ്രവഹിച്ചൊരു സമുദ്രത്തിലേക്ക് വരുന്ന നദികൾ അത് പർവ്വതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള പോലെയാണ്. യസംഗാസൗഖ്യമിച്ഛുഃ സരസിജനിലയോ അഷ്ടാർദ്ധവക്രോ ബഭൂവഃ. സൗഖ്യമിച്ഛുഃ സൗഖ്യത്തെ ആസ്പദം. സരസിജനിലയഃ സരസിജം താമര നിൽക്കുന്ന തടാകം. അഷ്ടാർദ്ധവക്രോ ബഭൂവ വക്രം മുഖം. അഷ്ടം ചതുർമുഖ എന്നർത്ഥം. അഷ്ടാത്ര താമരയിൽ നിൽക്കുന്നു, ഇങ്ങോട്ട് നിൽക്കുന്നു. അഷ്ടാർത്ഥവക്രോ ബഭൂവ കൂടെ തന്നെ ആയി. ഗീർവാണാനാമധീശോ ഭഗ്ദേവത. ഗീർവാണാനാമധീശഃ ഇന്ദ്രൻ നഷ്ടം. ഗീർവാണാനാമധീശഃ പാടാന്തരാണ് ഇന്ദ്രൻ എന്നുള്ളത്. ഗീർവാണാനാമധീശഃ ഇന്ദ്രൻ കഴിഞ്ഞാൽ ദേവതകളുടെ രാജാവാണ്. ഏത് സ്ത്രീയാണോ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ഗീർവാണാനാമധീശഃ ദേവതകൾക്ക് അധീശനാണ്. ദശശത 100 സമഭഗതാം ആപ്തധൈര്യഃ ആശ്രയിക്കാൻ ധൈര്യമുണ്ട്. രാജാനോ ബഹുവല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകള് നല്ലത് പഴയ കാലത്തിലെ ഉള്ളതാണ്. ദേവാനാമഭീഷ്ടാഃ ദേവതകൾക്ക് ഇഷ്ടമാണ് ഇന്ദ്രൻ പറയുന്നത്. ഇന്ദ്രനല്ല പറഞ്ഞു വിചാരിക്കാറുണ്ട്. അവളെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പക്ഷം. ദേവാനാം സാമില് പാഠഭേദം പറഞ്ഞിട്ടുണ്ട്. പാഠഭേദത്തിൽ അർത്ഥം ഈ പുസ്തകത്തിലില്ല. സാ ദേവാനാഭീഷ്ട മനസ്സി സുവദന മനസ്സിന് നല്ല വദനം, മനസ്സിന് തക്കതായ മുഖത്തോടു കൂടി. ദേവാനാഭീഷ്ട ദേവതകൾ കൂടെ ഇഷ്ടമാണ്. ദേവ ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ്. മനസ്സി സുവദന വർത്തതേ ന്യൂനതസ്യഃ ആർക്കാണ് കുറച്ച്. 108 ശ്ലോകത്തിലുള്ള മത്തേന് ശേഷം പിന്നീട് പറയാം. 108 മുതൽ പിന്നീട് 2 പേജുണ്ട്. 127 വരെയാണ് ഈ ശ്ലോകങ്ങളുള്ളത്. 108 മുതൽ ഓം